ഈ സമൂഹം കൊടുക്കുന്ന അന്ത്യയാത്രാമൊഴിയാണ്. വി എസിന്റെ ക്യാബിനറ്റിലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്, വി എസിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വി എസിനോടൊപ്പം നിന്ന് പടപൊരുതിയ നേതാവ്. ഒരു ഘട്ടത്തിൽ വി എസ് വിമർശനം ഉന്നയിക്കുകയും പിന്നീട് വി എസിന്റെ ഒപ്പം സഞ്ചരിക്കുകയും നമ്മളൊരു അർത്ഥസംഖ്യക്കിടയില്ലാതെ തീരുമാനമെടുക്കുന്നതിലും അത് സംശയം കൂടാതെ നടപ്പിലാക്കുന്നതെല്ലാം വി എസിൻ്റെ വ്യക്തിപരമായ ജീവിതവും പ്രവർത്തനങ്ങളും നമ്മളെ ഏറെ സഹായിച്ചിട്ടുണ്ട്. ഇന്നുവരെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ വി എസിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതെ. പിന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്, ജനനായകനാണ്, പാവങ്ങളുടെ പടനായകനാണ്. അതിൽ കവിഞ്ഞും വി എസിനെ പറ്റി പറയാനൊന്നുമില്ല. AKGയെ കുറിച്ചാണ് പാവങ്ങളുടെ പടത്തലവനെന്ന് ഇതിനു മുമ്പ് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ദാ ഒരു കുഞ്ഞ്, അവൾക്കും കാണണം വി എസിനെ. കയ്യിൽ ചെങ്കിലെ റോസാപ്പൂവുമായി നിൽക്കുന്നൊരു കുഞ്ഞിനെ കാണാം. പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനൊരു അച്ചുമാമ ഈ നാട്ടിലുണ്ടായിരുന്നു. കയ്യിൽ റോസാപ്പൂക്കളുമായി ഒരു കുഞ്ഞ്. കേരളം കണ്ണീരോടുകൂടി പ്രിയപ്പെട്ട വി എസിന് യാത്രാമൊഴി നേരുകയാണ്. കണ്ണേ കരളേ വി എസ്, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യത്തോടുകൂടി. ഹൃദയം തൊട്ട് കേരളം ഇങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെ അടുത്ത കാലത്ത് വിളിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. നിശ്ചയമായും ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിച്ച നേതാവാണ്. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കു വേണ്ടി നിരന്തരം പോരാട്ടം നടത്തിയൊരു പോരാളി അടുത്ത കാലത്തുണ്ടായിട്ടില്ല. പോരാളിയിൽ പോരാളിയായിരുന്നു വി എസ്. പോരാട്ട ഭൂമിയിലെ സമരവീര്യമായിരുന്നു. ഞാനിവിടെ പാളയത്തന്നെ പണ്ട് മുതലേ. ആലപ്പുഴയാണോ? പണ്ട് ചെറുപ്പം മുതലേ വി എസിനെ ഞാൻ നെടുമങ്ങാട്. നമുക്ക് ദുഃഖമുണ്ട്, എല്ലാത്തിനും വലിയ ദുഃഖം തന്നെയാണ്. ഓട്ടത്തൊഴിലാളികളാണ്, സാധാരണ മനുഷ്യരാണ്. അവർക്കൊക്കെ വി എസിനെ കുറിച്ച്, വി എസിന്റെ വിടവാങ്ങൽ വലിയ വേദനയാണ്, വലിയ സങ്കടമാണ്. ഇപ്പോൾ ശ്രീ ഗുരുദാസൻ സഖാവ് വരികയാണ്. കൊല്ലത്ത് വി എസിനോടൊപ്പം നിന്ന് പാർട്ടി കെട്ടിപ്പടുക്കുമ്പോൾ ഗുരുദാസൻ സഖാവ് വി എസിന്റെ ആത്മമിത്രമായിരുന്നൊരു കാലം. പിന്നീട് പല ഘട്ടങ്ങളിലും പല വഴികളിൽ പല മനുഷ്യർ പിരിഞ്ഞു പോയെങ്കിലും ഒടുവിൽ പ്രിയപ്പെട്ട വി എസിനെ കാണാൻ പ്രിയപ്പെട്ട ഗുരുദാസൻ സഖാവ് കൂടി എത്തുന്നു. വല്ലാത്ത കാഴ്ചയാണ്. ഓരോ ഘട്ടത്തിലും ചെറുപ്പക്കാരും പ്രായമേറിയവരും കർഷകരും തൊഴിലാളികളും അങ്ങനെ സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട മനുഷ്യർ ഓടിയെത്തുന്നു. ഇപ്പോൾ രാധാകൃഷ്ണൻ MP, രാധാകൃഷ്ണൻ MP, ശ്രീ PK ഗുരുദാസനെ കാണുകയാണ്. രാഷ്ട്രീയ നേതാവ് എന്നും പാവപ്പെട്ടവൻ്റെ കൂടെ നിന്ന ആളാണ്. അതേപോലെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പോരാടിയ ഒരു ഭരണാധികാരിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു. ഒരിക്കലും അദ്ദേഹത്തിന് മറക്കാൻ കേരളത്തിൽ ആർക്കും കഴിയും. എട്ടു വർഷമായി കേരളത്തിന്റെ സജീവ രാഷ്ട്രീയത്തിൽ വി എസ് അച്യുതാനന്ദനില്ല. പ്രതിപക്ഷ നേതാവായി 2016 അരങ്ങൊഴിയുന്നത് മുതൽ പിന്നീട് പൊതുജന മധ്യത്തിൽ വി എസിനെ നമ്മൾ അപൂർവമായേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിനുശേഷവും ഇത്രയും വലിയ ജനസമൂഹം വി എസിന് വേണ്ടി എത്തുന്നുവെങ്കിൽ